إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അതായിരുന്നു കഴിഞ്ഞ ഖുതുബയുടെയും അതിനു മുമ്പുള്ള ഖുതുബയും ഈ മിമ്പർ നിങ്ങളോട് സംസാരിച്ചിരുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. മറ്റൊരു കാര്യം നമ്മളിവിടെ സൂചിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും നാം ശ്രദ്ധിക്കേണ്ട വിലയെക്കുറിച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യങ്ങൾ, അത് എത്ര വലിയ മഹാൻ എന്ന് അവകാശപ്പെടുന്നവർ പറഞ്ഞാലും അത് ദീനായി കണക്കാക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ദീനിൽ പുതുതായി കൊണ്ടുവന്നാൽ തള്ളിക്കളയേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ഖുതുബ ഈ മിമ്പർ നിങ്ങളോട് സൂചിപ്പിച്ചത്. അതായത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ, മഹബത്തിന്റെ രണ്ട് വശങ്ങൾ നാം മനസ്സിലാക്കി. എന്നാൽ മറ്റൊരു വശം എന്ന് പറയുന്നത് എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മിൽ നിന്ന് അവകാശപ്പെട്ടതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സലാത്താണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത്, അനുഗ്രഹം നേരുന്നുണ്ട്. ഏ വിശ്വാസികളെ, അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത്, നിങ്ങൾ ചൊല്ലണം. നിങ്ങൾ സലാം ചൊല്ലുകയും സലാം നേരാവണ്ണം പ്രാർത്ഥിക്കുകയും ചെയ്യുവിനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ. അതെ, എൻ്റെ മേൽ ആരെങ്കിലും ഒരു പ്രാവശ്യം സലാത്ത് നേർന്നാൽ, മൻ സല്ല അലയ്യ സ്വലാത്തൻ, എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു പ്രാവശ്യം സലാത്ത് നേർന്നാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ 10 പ്രാവശ്യം സലാത്ത് നേരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സലാത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ആശീർവാദം, പ്രാർത്ഥന എന്നൊക്കെ അർത്ഥമുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം, രക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു തന്നു, മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശ്റ സലവാത്തിൻ വഹുത്തത അൻഹു അശ്റ ഖതിയാത്തിൻ വറഫിയത ലഹു അശ്റ ദറജാത്തിൻ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് 10 കാരുണ്യം വർഷിക്കുമെന്നാണ്. അയാളുടെ 10 പാപങ്ങൾ മായ്ക്കപ്പെടുമെന്നുള്ളതാണ്. അയാൾക്ക് 10 നന്മകൾ രേഖപ്പെടുത്തി വെക്കപ്പെടുകയും ചെയ്യുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും, മൻ സല്ല അലൈഹി ഹീന യുസ്ബിഹു അശറ. ഒരാൾ രാവിലെ 10 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലി, വഹീന യുംസി അശറ, വൈകുന്നേരം 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി, അദ്റക്തു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അന്ത്യനാളിൽ അയാൾക്ക് എൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഏത് വരെ എന്നറിയാമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സലാത്തൻ. അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ, എന്നോട് ഏറ്റവും കടപ്പെട്ടവർ എൻ്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിച്ചവരാണ്. ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ, ഞാനുമായി ഏറ്റവും കടപ്പെട്ടവർ, ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നത് ആരാണ്? എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് വർദ്ധിപ്പിച്ചവരാണ് എന്നാണ്. ഒരിക്കൽ ഒരു സഹാബി വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അറൈതൻ ജഅൽതു സലാത്തി കുല്ലഹാ അലൈക, എൻ്റെ സലാത്ത് മുഴുവനും ഞാൻ നിങ്ങളുടെ പേരിലാക്കിയാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ തേട്ടങ്ങൾ അത് മുഴുവനും നിങ്ങളുടെ പേരിലാക്കിയാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ യക്ഫിയക അല്ലാഹു തബാറക വ തആല മാ അഹമ്മക മിനദ് ദുനിയ വ ആഖിറതിക. എങ്കിലേ നിന്റെ പ്രശ്നമാകുന്ന ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യങ്ങൾ തീർത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു തആല മതി എന്നുള്ളതാണ്. സഹോദരന്മാരെ, ദുനിയാവിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളാണ് നമ്മൾക്ക് അനുഭവിക്കുന്നത്. ചിലർ കടത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ലോണുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, ഭീഷണിയായി നിൽക്കുന്ന പലിശ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, നല്ല ജോലിയില്ലാത്തവരുണ്ട്, ഭർത്താവിൻ്റെ ജോലി പ്രശ്നം സ്ഥിരമായി അലട്ടുന്ന സ്ത്രീകളുണ്ട്, സ്വന്തമായി വീടില്ലാത്ത പല പ്രശ്നങ്ങളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിച്ചാൽ ഇദൻ യക്ഫിയക അല്ലാഹു തബാറക വ തആല മാ അഹമ്മക മിനദ് ദുനിയാക വ ആഖിറതിക. ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും പ്രശ്നമാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കാൻ അത് മതിയെന്നാണ്. സഹോദരന്മാരെ, മറ്റൊരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു, അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നി ഉക്സിറു സലാത്ത അലൈക ഫലം അജ്ല ലക മിനസ് സലാത്തി. ഞാൻ എൻ്റെ ദുആയിരിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കാറുണ്ട്. എൻ്റെ സലാത്തിൽ അതിൽ എത്ര വിഹിതമാണ് അങ്ങേക്ക് ഞാൻ നിശ്ചയിക്കേണ്ടത്? ഞാൻ ദുആയിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കാറുണ്ട്. എൻ്റെ ദുആയിൽ എത്ര വിഹിതമാണ് ഞാൻ അങ്ങേക്ക് നിശ്ചയിക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശയിത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ആയിക്കോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അർറുബ, 4-1 അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശയിത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിക്കോ. താങ്കൾ വർദ്ധിപ്പിച്ചാൽ അത് താങ്കൾക്ക് നന്മയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പന്നിസ്ഫ്, പകുതിയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശയിത ഫൻസിദത ഫഹുവ ഖൈറുൽ ലക്. അതെ, താങ്കൾ വർദ്ധിപ്പിച്ചാൽ അത് താങ്കൾക്ക് നന്മയാണ്. താങ്കൾ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിച്ചോ, അതിലെന്താണ്? അതിൽ താങ്കൾക്ക് നന്മയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫസുൽ സൈൻ, 3-2 അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശീത ഫൻസിദത ഫഹുവ ഖൈറുൽ ലക്. അതേ, താങ്കൾ അത് വർദ്ധിപ്പിച്ചാൽ താങ്കൾക്ക് നന്മയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അജ്ലു ലക സലാത്തി കുല്ലഹാ, ഞാൻ എൻ്റെ സലാത്ത് മുഴുവനും അങ്ങേക്ക് ആക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുഖഫ ഹമ്മക വ യുഗ്ഫർ ലക സംബക. എങ്കിൽ നിങ്ങളുടെ മാനസിക വിഷമങ്ങൾ അത് പരിഹരിക്കപ്പെട്ടു, മാനസികമായ പ്രയാസങ്ങൾ അത് പരിഹരിക്കപ്പെട്ടു, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. മാനസികമായി പല പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും ഒരു മാനസികമായ അസ്വസ്ഥത. നല്ല ജോലി ഉണ്ടാവാം, നല്ല ശമ്പളം ഉണ്ടാവാം, പക്ഷേ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. എപ്പോഴും ഒരു വിഷാദം, ഒരു അസ്വസ്ഥതകൾ, വിഷാദമായൊരവസ്ഥ. ഭാര്യയ്ക്ക് വീട്ടിൽ കയറുമ്പോൾ ഒരു നിത്യമായ അസുഖം കാണുകയാണ്. എപ്പോഴും കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കുകയാണ്. ചിലപ്പോൾ ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് എപ്പോഴും മാനസികമായ അസ്വസ്ഥതകൾ വരികയാണ്. നല്ല വീടുണ്ടാവാം, നല്ല സൗകര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ വീട്ടിലേക്ക് കയറാനുള്ള മനസ്സില്ല. കാരണം നല്ല ഭാര്യയില്ല, നല്ല സ്വഭാവമുള്ള ഭാര്യയില്ല, നല്ല സ്വഭാവത്തിനുടമയായ ഭർത്താവില്ല. അയാൾ വരുന്നത് പേടിയാണ്, മക്കൾക്ക് പേടിയാണ്, ഭാര്യയ്ക്ക്
ഭയമാണ്, എപ്പോഴും പേടിച്ചു നിൽക്കുന്ന അവസ്ഥ, മാനസികമായ പ്രയാസപ്പെടുന്ന അവസ്ഥ, വീട്ടിൽ മക്കളിൽ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങൾ. എന്താണ് പോംവഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിച്ചോ എൻ്റെ പേരിൽ, എങ്കിൽ എന്താണ് അതിനൊക്കെയുള്ള പോംവഴിയാണ്, പരിഹാരമാണ് എന്ന് പറയുകയുണ്ടായി. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തജ്ലു ഖബരി ഈദ, എൻ്റെ ഖബർ നിങ്ങൾ ഈദാക്കരുത്. വസല്ലു അലയ്യ, എൻ്റെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോ. ഫഇന്ന സലാത്തകും തബ്ലുഗനി ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്ന ലില്ലാഹി മലായികത സയ്യാഹീന ഫിൽ അർദ് യുബലിഗുനി മിൻ ഉമ്മത്തി സലാം. അതെ, ഭൂമിയിൽ ചുറ്റി നടക്കുന്ന മലക്കുകളിൽ നിന്ന്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എനിക്ക് സലാം എത്തിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള മലക്കുകളുണ്ടെന്ന ആര് സലാത്ത് ചൊല്ലിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിക്കാൻ വേണ്ടി നിശ്ചയിച്ച മലക്കുകൾ അത് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബഖീലു മൻ സുകിർതു ഇൻദഹു സുമ്മ ലം യുസല്ലി അലയ്യ. ബഖീൽ എന്ന് പറഞ്ഞാൽ, ലുബ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ പേര് കേട്ടിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റി സ്മരിച്ചിട്ട് എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ ലുബ്ധനാണ് എന്നാണ്. അവൻ ഏറ്റവും വലിയ ബഖീലാണ്, ഏറ്റവും വലിയ ലുബ്ധനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, നമ്മളൊക്കെ പലതും ദുആ ഇരിക്കുന്നവരാണ്. പക്ഷെ ആ ദുആയ്ക്കൊന്നും ചിലപ്പോൾ ഉത്തരം കിട്ടുന്നതായി നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്ന ദുആ മൗഖൂഫുൻ ബൈന സമായി വൽ അർദ്, തീർച്ചയായും ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ദുആകൾ തടിയപ്പെടും. ലാ യസ്ദു മിൻഹു ശൈഉൻ ഹത്താ തുസല്ലി അലാ നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലുന്നത് വരെ, സലാത്ത് ചെല്ലുന്നത് വരെ നിങ്ങളുള്ള ദുആകൾ അവിടെ ബ്ലോക്ക് ആക്കപ്പെടുമെന്നാണ്, അല്ലാഹുവിലേക്ക് കയറിപ്പോവുകയില്ല എന്നാണ്. കാരണം എന്താണ്? നിങ്ങൾ ദുആയിൽ നിന്നിട്ടുണ്ട്, പക്ഷെ ആ ദുആയിൽ എന്ത് വന്നിട്ടില്ല? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് വന്നിട്ടില്ലെങ്കിൽ ആ ദുആകൾ ബ്ലോക്ക് ചെയ്യപ്പെടുമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മഹാനായ സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണെന്നറിയോ? കുല്ല ദുആഇൻ മഹ്ജൂബൻ ഹത്താ യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് വരെ എല്ലാ പ്രാർത്ഥനകളും മറഞ്ഞിരിക്കുന്നു എന്നാണ്. എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിന്റെ അടുക്കൽ മറഞ്ഞിരിക്കുന്നു ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് വരെ എന്നാണ്. സഹോദരന്മാരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും, അക്സിറു അലയ്യ മിനസ് സലാത്തി ഫീ കുല്ലി യൗമിൽ ജുമുഅ, അതേ ജുമുഅ ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണം. ഫഇന്ന സലാത്ത ഉമ്മത്തി തുറദു അലയ്യ ഫീ കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ ജുമുഅ ദിവസവും എൻ്റെ പേരിലുള്ള എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാത്ത് ഉണ്ടല്ലോ, അത് എനിക്ക് വ്യക്തമാക്കി തരും. ഫമൻ കാന അക്സറു വലിയ സലാത്തൻ കാന അക്റഹു മിന്നി മൻസില, ആരാണ് എനിക്ക് കൂടുതൽ സലാത്ത് ചെല്ലുന്നത് അവൻ ഞാനുമായി ഏറ്റവും അടുത്തവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജുമുഅ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ചെല്ലുന്നതിൽ വലിയ പോരിശയാണ്, വലിയ മഹത്വമാണ്. അതുമായി സംബന്ധമായി മറ്റു പല ഹദീസുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ സലാത്ത അലയ്യ ഖതിയ തരീഖൽ ജന്ന, എൻ്റെ പേരിൽ സലാത്ത് മറന്നു പോകുന്നവൻ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി തെറ്റിയവനാണ്, വഴി തെറ്റിയവനാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് തൻ്റെ അടുക്കൽ എന്നെ കുറിച്ച് പറയപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സലാത്ത് ചെല്ലാത്തത് അവൻ നശിച്ചത് തന്നെ എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാരെ, ഇന്നല്ലാഹ വ മലായികതു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സനാഉ അലൈഹി ഇൻദൽ മലായിക, മലക്കുകളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുമെന്നാണ്. മലക്കുകൾ സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? വസലാത്തുൽ മലായികത്തി ദുആ,
മലക്കൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് എന്താക്കും? ദുആ ഇരക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ദുആ ഇരക്കും. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി സലാത്ത് ചൊല്ലണം. എങ്ങനെയാണ് സലാത്ത്? അലാ അഹ്ദി ലക ഹദിയതൻ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം നൽകട്ടെയോ എന്ന് ഒരു സഹാബി മറ്റൊരു താബിക്ക് പഠിപ്പിക്കുകയാണ്. കഅബ് ബിൻ ഖുജ്റ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുപിടിച്ചപ്പോൾ ഇമാം ബുഖാരി കിതാബുൽ അംബിയായിൽ രേഖപ്പെടുത്തിയ അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്നോട് കഅബ് ബിൻ ഖുജ്റ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം നൽകട്ടെയോ? എന്താണെന്നറിയാമോ? ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഖദ് അലിംനാ ഔ അറഫിനാ കൈഫ സലാമു അലൈക്കും, നിങ്ങളുടെ പേരിൽ സലാം ചെല്ലാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ സലാം ചെല്ലേണ്ടത്. ഫകൈഫ സലാത്ത്, എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ നമ്മൾ സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുവേ, നീ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഗുണം നൽകിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും ഗുണം നൽകണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന സലാത്താണ്, ഇബ്രാഹിം സലാത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിൽ തന്നെ കിതാബു തഫ്സീറിൽ സൂറത്ത് അഹ്സാബിന്റെ വിശദീകരണത്തിൽ ഇമാം ബുഖാരി കഅബ് ബിൻ ഖുജ്റയുടെ ഹദീസ് കൊടുക്കുന്നുണ്ട്. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അമ്മാ സലാമു അലൈക ഫഖദ് അറഫ്നാ, താങ്കൾക്ക് എങ്ങനെയാണ് നമ്മൾ സലാം ചെല്ലേണ്ടത്? അത് നമുക്കറിയുന്ന കാര്യമാണ്. ഫഖീഫ സലാത്ത്, എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യം പറഞ്ഞു കൊടുക്കാൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഇനി സഹീഹുൽ ബുഖാരി തന്നെ കിതാബ് ദഅവാത്തിൽ കഅബ് ബിൻ ഖുജ്റയുടെ ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി നിവേദനം ചെയ്യുകയാണ്, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹദാ സലാം ഫകൈഫ നുസല്ലി അലൈക, ഇതാണ് സലാം, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, ഇതാണ് നമ്മുടെ സലാം, പക്ഷെ നിങ്ങളുടെ പേരിൽ എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക കമാ സല്ലൈത അലാ ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്നിങ്ങനെ ചൊല്ലണം. എന്താണ് എത്ര റിപ്പോർട്ടാണെന്നറിയോ? സഹാബിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ടുണ്ട്. അബൂ ഹുമയ്യദ് അസ്സാഇദി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കൈഫ നുസല്ലി അലൈക, നിങ്ങളുടെ പേരിൽ എങ്ങനെയാണ് ഞങ്ങൾ സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വസുരിയതിഹി കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വസുരിയതിഹി കമാ ബാരക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ അബൂ സഈദ് അൽ അൻസാരി നിവേദനം ചെയ്ത ഒരു ഹദീസ് നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സഅദ് ബിൻ ഉബാമയുടെ കൂടെ സദസ്സിലിരിക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ അടുത്തേക്ക് വരികയുണ്ടായി. ആ സമയം ബഷീർ ഇബ്നു സഅദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമറന അല്ലാഹു അൻ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട്. ഫകൈഫ നുസല്ലി അലൈക, ഞങ്ങൾ നിങ്ങളുടെ പേരിൽ എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ അല്പസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതെ ഇരുന്നെന്നാണ്. അപ്പോൾ സഹാബികൾക്ക് സംശയമായി, ഞങ്ങളുടെ ചോദ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടില്ലയോ, ഞങ്ങൾ ചോദിക്കേണ്ടിയില്ലായിരുന്നോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. സഹോദരന്മാരെ, വ്യത്യസ്തരായ സഹാബികൾ കഅബ് ബിൻ ഖുജ്ർ, അബൂ സഈദ് അൽ ഖുദ്രി, അബൂ ഉമൈദ് അൽ സഈദി, അബൂ മസൂദ് അൽ അൻസാരി, അതുപോലെ തന്നെ അബൂ ഹുറൈറ, ബുറൈദ ഇബ്നു ഉസൈബ്, ഇബ്നു മസ്ഊദ്, തൽഹത്ത് ഇബ്നു അബ്ദുല്ലാ, ഇവരൊക്കെ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സലാത്ത് ചെല്ലാൻ,
എങ്ങനെയാണ് ഞങ്ങൾ സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഞങ്ങൾ നിസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിം സലാത്താണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇബ്രാഹിം സലാത്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മിൽ നിന്ന് അവകാശപ്പെട്ടതാണ് നമ്മുടെ ദുആയ, നമ്മുടെ സലാത്ത്. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പല സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് ചെല്ലേണ്ടത്. മറ്റൊരു നല്ലൊരു വശം, മറ്റൊരു നല്ലൊരു രീതി, മറ്റൊരു നല്ലൊരു രൂപം ഈ സലാത്തിനുണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം ആ രൂപമായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. അതിനർത്ഥം എന്താ? ഈ രൂപത്തെക്കാൾ ഏറ്റവും മഹത്തായ രൂപം, മഹനീയമായ രൂപം മറ്റൊന്ന് ഇല്ല തന്നെ എന്നാണ്. മറ്റു രൂപമില്ല. കാരണം നമ്മൾ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ചെല്ലുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മിൽ നിന്ന് അവകാശപ്പെട്ട സംഗതിയാണ്. അത് നമുക്ക് പഠിപ്പിച്ചു തന്ന ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റേതെങ്കിലും രൂപം സ്വീകരിക്കുക എന്നതോ അത് നമുക്ക് പാടുള്ളതല്ല. കാരണം എന്താണ്? ഏറ്റവും അഫ്ളലായ രൂപം അതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. അതേതാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? അത് ഇബ്രാഹിം സലാത്താണ്. ഈ രൂപത്തിൽ വന്ന സലാത്താണ്. അതുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്, വസ്തുദില്ല ബിതഅലീമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബി അൽ കൈഫിയത ബഅദ സുആലിഹിം അൻഹാ ബിഅന്ന അഫ്ദൽ കൈഫിയതി അസ്സലാത്തി അലൈഹി. സഹാബികളുടെ ചോദ്യത്തെ തുടർന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ച സലാത്തിന്റെ മുഴുവൻ രൂപങ്ങളും ശ്രേഷ്ഠമായതാണ് എന്ന് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും മഹത്തായതും ഉത്കൃഷ്ടതുമായതുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളതും നടപ്പിലാക്കാറുള്ളതും. ഏതൊരാൾ അദ്ദേഹത്തിന്റെ മേലെ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ചെല്ലാൻ തീരുമാനിച്ചുവോ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അയാൾക്ക് കരണീയമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത് ഇബ്രാഹിം സലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. എന്നാൽ സഹോദരന്മാരെ, പിൽക്കാലക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സലാത്ത് എന്ന പേരിൽ നാരിയസ് സലാത്ത്, താജുസ് സലാത്ത്, 111 വക സലാത്ത്, 222 സലാത്ത്, 333, 444, 555, 1111, 2222, 3333 എന്നിങ്ങനെയുള്ള ഏടുകളും സലാത്തുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ശൈത്താന്റെ പണിയാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പഠിപ്പിച്ച ഏറ്റവും മഹനീയമായ രൂപം അവിടെ ഉണ്ടായിരിക്കെ അതും ചെല്ലാതെ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റ് രൂപങ്ങളെ ഏതെങ്കിലും കോയപ്പാപ്പ, ഹാജിപ്പാപ്പ, അന്തൂപ്പാപ്പ രചിച്ച രൂപങ്ങൾ അത് ചൊല്ലുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് നിന്ന് അവകാശപ്പെട്ട ഏറ്റവും വലിയ അവകാശത്തെ തിരസ്കരിക്കുക എന്ന് മാത്രമല്ല പല ശിർക്കൻ വരികളും പല വിധി പദങ്ങളും മറ്റു പല മോശമായ പ്രയോഗങ്ങളും അതിൽ തിരികെ കയറ്റുക വഴി യഥാർത്ഥ ഉമ്മത്തിൽ നിന്ന് അവകാശപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവകാശപ്പെടാതെ പോവുകയും നമുക്ക് അവകാശപ്പെട്ടത്, നമുക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുമായിരുന്ന പ്രതിഫലം നമുക്ക് അവകാശപ്പെട്ടത് അത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കാതെ പോവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും വലിയ അപകടമാണ് എന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണം. ഏതാണ് അത് വർദ്ധിപ്പിക്കേണ്ടത്? ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരു വിശ്വാസിക്ക് അവരുടെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജുമാ ദിവസമാണ്, വെള്ളിയാഴ്ച, ഇന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമാഅത്തി ഔ ലൈലത്തുൽ ജുമാ ഇല്ലാ വഖാഹു അല്ലാഹു തആല ഫിത്നത്തുൽ ഖബർ. ഒരാൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ രാത്രി അയാൾ മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് അയാളെ കാത്തുരക്ഷിക്കും. അതായത് ഖബർ ശിക്ഷ അയാൾക്ക് ഏൽക്കാതെ അയാളെ കാത്തുരക്ഷിക്കുമെന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്രമാത്രം മഹത്വമുണ്ട് വെള്ളിയാഴ്ച. അസ്സലാത്തുൽ ഖംസ് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തുള്ള നിസ്കാരമുണ്ട്. വൽ ജുമുഅത്തുൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ. കഫാറത്തുൽ ലിമാ ബൈനകുന്ന മാലം തുഗ്ഷൽ കബായിർ, വൻപാപങ്ങൾ ചെയ്യാത്ത കാലത്തോളം അയാളെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ. എത്ര ഹദീസാണെന്നറിയോ? ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഫക്സിറു അലയ്യ മിനസ് സലാം.
ഏറ്റവും ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസം അത് ജുമാ ദിവസം. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വിശ്വാസികളെ. നമ്മളെ വിളിച്ചിട്ടാ പറയുന്നത്, പുറത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ടല്ല. വിശ്വസിച്ചവരെ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാ, നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ട എപ്പോഴാണ്? മീ യൗമിൽ ജുമുഅ, മീ യൗമിൽ ജുമുഅ, ജുമാ ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ സിക്രില്ലാഹ്, ഫസ്ഔ അതിശീഘ്രം, പെട്ടെന്ന്, വേഗത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ സിക്റിനെക്കുള്ള പോകണം, നിങ്ങൾ അല്ലാഹുവിനെക്കുള്ള സ്മരണയെക്കുള്ള പോകണം. അവിടെ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ സിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുതുബയാണ്, ഖുതുബയാണ്, പ്രസംഗമാണ്. അല്ലാഹുവിന്റെ കിതാബ് പ്രസംഗിക്കുന്ന, അല്ലാഹുവിന്റെ സുന്നത്ത് പ്രസംഗിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ സുന്നത്ത് പറയുന്ന, മഹാന്മാരുടെ ഉദ്ധരണികൾ പറയുന്ന, ആഴ്ചക്ക് ഒരു ദിവസം നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന ആ ഖുതുബ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ അതിശീഘ്രം പോ. വസനുൽ ബഈ, നിങ്ങൾ ഇടപാടുകൾ, കച്ചവടങ്ങൾ, അതൊക്കെ അവിടെ മാറ്റി വെക്ക്, അതൊക്കെ ഉപേക്ഷിക്ക്, അതൊക്കെ തൽക്കാലം വേണ്ടെന്ന് വെക്ക്. പള്ളിയിലേക്ക് പോകും, അത് ശീഘ്രം പോ. അല്ലാഹുവിന്റെ ഖുതുബ, അല്ലാഹുവിനെ പറ്റി പറയുന്ന സ്മരണകൾ കൊടുക്കുന്ന ഖുതുബകൾ, അത് ശ്രദ്ധിക്കാൻ വേണ്ടി നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ വേഗം പോ. എന്തുപേക്ഷിച്ചുകൊണ്ട്? കച്ചവടങ്ങളും മറ്റു തിരക്കുകളും ഒക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമ്മോട് പറയാൻ, വിശ്വാസികളോട് എതിർ പറയുന്നത്, ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്നാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ സംബന്ധമായി ധാരാളമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൗമൽ ജുമുഅത്തി കാന അലയ്യ കുല്ല ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദ് വ മലായികത്തുൻ യക്തുബൂന അൽ അവ്വൽ വൽ അവ്വൽ ഫഇദാ ജലസ അൽ ഇമാമു തഊ സുഹഫ് വജാഉ യസ്തമീന സിക്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ പള്ളികളിൽ മലക്കുകൾ ഉണ്ടാവും കേട്ടോ. ആ മലക്കുകൾ ജുമാ ദിവസം ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ആരൊക്കെയാണ് വരുന്നത് എന്നത് ഓർത്ത് അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഖതീബ് മിമ്പറിൽ കയറി അസ്സലാം ചൊല്ലിയാൽ ആ സുഹഫുകൾ, ആ ഏടുകൾ മടക്കിക്കൊണ്ട് മലക്കുകൾ ഖതീബിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി പള്ളിയിൽ ഇരിക്കുകയാണ്. പിന്നെ അവരെ പണിയെടുക്കുന്നില്ല. ആരാണ് പള്ളിയിലേക്ക് വരുന്നത് എന്നത് പിന്നീട് അവർ എഴുതുന്നില്ല. അതിനു മുമ്പ് അവർ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആരാണ് വരുന്നത്, ആരാണ് ആദ്യം വരുന്നത്, പിന്നീട് ആരാണ് വരുന്നത്, പിന്നീട് ആരാണ് വരുന്നത്, ആരാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ ജുമായുടെ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി, ജുമാ നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ മുന്നിൽ വന്നത് എന്നത് മലക്കുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഖുതുബക്ക് സലാം ചൊല്ലിയാലോ മലക്കുകളെ പണി നിർത്തിയിട്ട് ഖുതുബ ശ്രവിക്കുന്നവരായിത്തീരുന്നു. സഹോദരന്മാരെ, നമ്മുടെ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേരളത്തിലെ മലയാളികൾ തൗഫീഖ് നഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗൾഫിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, സൗദിയിലും കുവൈത്തിലൊന്നും കണ്ടിട്ടില്ല. എന്താ അറിയോ? അവിടെയൊക്കെ ഇമാം അസ്സലാം വിളിക്കുന്ന പള്ളി നിറഞ്ഞിട്ടുണ്ടാവും. അറബികളുടെ പള്ളിയാണെങ്കിൽ, അറബികളുടെ പള്ളിയാണെങ്കിൽ. എന്നാൽ മലയാളികളുള്ള പള്ളികളിൽ പള്ളി നിറയണമെങ്കിൽ ഖതീബ് ഖുതുബ അവസാനിക്കുമ്പോഴാണ് പള്ളികൾ നിറയുന്നത്. തുടക്കത്തിലില്ല. തുടക്കത്തിൽ വരുന്ന ഖുർആനിക ആയത്തും വിശദീകരണവും ഹദീസുകളും ശ്രവിക്കാൻ, കേൾക്കാനുള്ള തൗഫീഖ് നമ്മൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ അറബ് ലോകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അറബികളുടെ പള്ളികളിൽ ഖതീബ് തുടക്കത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പള്ളി നിറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ഒരു ഒതു കാട്ടിക്കൂട്ടിയിട്ട് ഓടി പള്ളിയിലേക്ക് കയറി വരുന്ന ധാരാളമുള്ള ആൾക്കാരുടെ പ്രവണത അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതെപ്പോഴാണ് കാണുന്നത്? പള്ളിയിൽ എപ്പോഴാണ് വരുന്നത്? അവസാന സമയത്താണ്, ഒതുവിന്റെ തിരക്കാണ്, ഖുതുബ ചെയ്യാൻ വേണ്ടി പോകുമോ? സഹോദരന്മാരെ, ഈ തുച്ഛമായ ജീവിതമാണ് നമ്മുടെ മുന്നിലുണ്ട്. എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മുടെ അവസാനം എന്നറിയില്ല. ചിലപ്പോൾ ഒരു വണ്ടിൻ്റെ അടിയിലാവാം, ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു എണീറ്റ് നിൽക്കുമ്പോൾ തളർന്ന് വീണതാവാം, മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും മാരകമായ രോഗത്തിന് അനുഭവപ്പെട്ടതാവാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷേ നമ്മുടെ ദഖായിക്കുകൾ, നമ്മുടെ സെക്കൻഡുകൾ, നമ്മുടെ മിനിറ്റുകൾ, അത് നമ്മോട് മുന്നോട്ട് ഖബറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സൂചന നൽകുന്നത്. നമ്മുടെ കടി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആയുസിന്റെ അവസാന ഭാഗമാണ് എന്ന സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീർഘമായ ആയുസ് അത് നമുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ അല്ലാഹു നിശ്ചയിച്ചൊരു നിശ്ചിതമായ അവധിയുണ്ട്. അതിലേക്കാണ് ഓരോ സെക്കൻഡുകളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെക്കുള്ള സ്മരണയിലേക്ക് കുതിച്ചോടുക, അത് ശീഘ്രം പണിയെടുക്കുക. ഒരു ഖുതുബക്ക് നേരത്തെ വന്നിരിക്കുക, ആകെ മിമ്പറിൽ വെച്ച് സംസാരിക്കുക അരമണിക്കൂർ, നിസ്കാരം കൂടിയിട്ട് 10-40 മിനിറ്റ്. എന്തെല്ലാം തിരക്കുകളിൽ നമ്മൾ എവിടേക്ക് പോയിരിക്കുന്നത്. ഭാര്യയ്ക്ക് അസുഖമാണ്, നമുക്ക് അസുഖമാണ്. ഒരു ഡോക്ടർക്ക് ടോക്കൺ എടുത്തിട്ട് എത്ര മണിക്കൂർ നമ്മൾ കീ നിൽക്കും? ചിലപ്പോൾ 2, 3, 4, ഒരാഴ്ച, 2 ആഴ്ച ആശുപത്രിയിൽ നമ്മൾ കളിക്കില്ലേ? അതിനൊക്കെ നമുക്ക് സമയം കിട്ടുന്നില്ലേ? എന്നാൽ
ആഴ്ചക്ക് ഒരു ദിവസം അള്ളാഹുവിന്റെ സ്മരണകൾ അയവിറക്കുന്ന മിമ്പർ എന്നുള്ള ഖുതുബ ശ്രവിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ ഉസ്ർ ബോധിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഉത്ബോധനങ്ങളെയും സ്മരണകളെയും അള്ളാഹുവിന്റെ വാക്കുകളെയും പ്രവാചകന്റെ കൽപ്പനകളൊക്കെ ഗൗരവത്തിലെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കി തീർക്കണമേ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാരാരോഗങ്ങളെ തൊട്ടും എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകളെ തൊട്ടും മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടി വരുന്ന അവസ്ഥകളെ തൊട്ടും വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകളെ തൊട്ടും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ടും പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങളെ തൊട്ടും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവേ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം യഖീനോട് കൂടി ദൃഢതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ ഏവരെയും മാറ്റി തീർക്കണമേ. അള്ളാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചെടുക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി പാപമോചനം അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, നമ്മുടെ ഭാര്യമാരിലും മക്കളിലും ഭർത്താക്കന്മാരിലും ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹ്.